ആദർശ് റൂമിലേക്ക് പോയി ഒരു ജ്വൽ ബോക്സ് എടുത്തുകൊണ്ട് വന്ന് അതിലെ നെക്ലേസ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സ്പെഷ്യലായി മിഡിൽ ക്ലാസ് പീപ്പിൾസിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ഈ ഡിസൈൻ നമ്മൾ വരച്ചതോടെ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് കോൺട്രാക്റ്റ് ലഭിച്ചു എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അത് കേട്ട് നവ്യ അബിയോട്, ഈ നെക്ലേസ് നിങ്ങൾ ഡിസൈൻ ചെയ്തതല്ലേ, അന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് അബി, ഏട്ടൻ ഇങ്ങനെ ഒരു പണി തരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ ഡിസൈൻ വരച്ചെന്ന് ഇവളോട് അന്ന് കള്ളവും പറഞ്ഞുപോയി. ഇനി എന്തെയും എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് അബി. അബി, ഈ നെക്ലേസ് നീ ഡിസൈൻ ചെയ്തതുകൊണ്ട് ആദർശേട്ടൻ ഇത് എനിക്ക് തന്നെ തരുമായിരിക്കും. അങ്ങനെ അബിയുടെ ചെവിയിൽ പറയുകയാണ് നവ്യ. ഈ ഡിസൈൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് കരുതി ഈ ഓർഡർ റിജക്റ്റ് ചെയ്യാനിരുന്നതാ നയനയാണ്. ആ വലിയ കമ്പനിയുടെ ഓർഡർ നമുക്ക് കൈവിട്ട് പോകാതെ ചെയ്തു തീർത്തത്. അതുകൊണ്ട് അങ്ങനെ ആദർശ് പറയുമ്പോൾ നവ്യ വന്ന് അതിനെ എതിർക്കുകയാണ്. എൻ്റെ ആദർശേട്ടാ, നിങ്ങൾ ഈ പറയുന്നത് ഈ നെക്ലേസ് ഡിസൈൻ ചെയ്തത് അബിയാണ്, അത് നയന ചെയ്തതാണെന്ന് നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നേ? അതൊന്നും ശരിയല്ല ആദർശേട്ടാ, അത് വലിയ തെറ്റാണ്. അബി വരച്ച ഡിസൈൻ ആയതുകൊണ്ട് ഈ നെക്ലേസ് ആദർശേട്ടൻ എനിക്കാ തരേണ്ടത് എന്നൊക്കെ നവ്യ ആദർശിനോട് പറയുന്നുണ്ട്. നോക്ക് നവ്യ, ഈ നെക്ലേസ് ഡിസൈൻ ചെയ്തത് നയനയാണ്. ഇതിന് ഓഫീസിലെ പവിത്രയും മറ്റ് സ്റ്റാഫുകളും എല്ലാം സാക്ഷിയാണ്. ഇതിനകത്ത് നയനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ കമ്പനിയുടെ ലെറ്ററും ഉണ്ട്. ഇതാ, നീ തന്നെ തുറന്നു നോക്ക് എന്നൊക്കെ പറഞ്ഞ ആദർശ് അത് നവ്യയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ ലെറ്റർ വായിച്ച നവ്യക്ക് ഡിസൈൻ വരച്ചത് നയനയാണെന്ന് മനസ്സിലാവുകയാണ്. ശേഷം അബിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. എന്താ അബി കാണിച്ചത്? അങ്ങനെ ആദർശ് ചോദിച്ചപ്പോൾ, സോറി ഏട്ടാ, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ, ഞാൻ വരച്ച ഡിസൈൻ ഓക്കെ ആയില്ല, അത് നവ്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ അബി മറുപടി കൊടുക്കുന്നുണ്ട്. പറഞ്ഞില്ലെന്നോ? നീ വരച്ച ഡിസൈനാണ് ഓക്കെ ആയെന്ന് എത്ര പ്രാവശ്യം നീ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ട് അബി, ഞാൻ അതൊക്കെ വിശ്വസിച്ചു. ഇനി എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ നവ്യ അബിയോട് ദേഷ്യപ്പെടുകയാണ്. അതുകേട്ട് എപ്പോഴും എല്ലാവരുടെ മുന്നിലും അപമാനിതനാവാനാണല്ലോ എൻ്റെ മോൻ്റെ വിധി എന്നൊക്കെ ചിന്തിക്കുകയാണ് ജലജ. ആദ്യമായി നയന ഡിസൈൻ ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടിയ കോൺട്രാക്റ്റാ ഇത്. അതുകൊണ്ട് ഈ നെക്ലേസ് നയനക്ക് തന്നെ കൊടുക്കാനാണ് ഞാൻ ഇതിങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ പറഞ്ഞ ആദർശ് ആ നെക്ലേസ് എടുത്ത് നയനയുടെ കഴുത്തിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. ആദർശ് നയനയുടെ കഴുത്തിൽ നെക്ലേസ് അണിയിക്കുന്നത് കണ്ട് ദേവയാനി ആകെ കലിതുള്ളി നിൽക്കുവാണ്. മുത്തശ്ശൻ വന്ന്, ഈ പൂജാമുറിയിൽ വെച്ച് ആദർശ് എനിക്കൊരു വാക്ക് തരണം. അടുത്ത 3 മാസത്തിനുള്ളിൽ നയനമോൾക്ക് വിശേഷമുണ്ടായിരിക്കണം. അതാണ് ആദർശ് ഇനി എനിക്ക് തരാൻ പോകുന്ന വാക്ക്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് നയന ചിരിച്ചുകൊണ്ട് ആദർശിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നയനയുടെ മുഖത്തേക്ക് നോക്കാനാവാതെ തലകുനിച്ച് നിൽക്കുകയാണ് ആദർശ്. ഇവൾ എന്നേക്കാൾ ഓവർടേക്ക് ചെയ്ത് പ്രഗ്നന്റ് ആകുമെന്നാ തോന്നുന്നേ എന്നൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട്. ഉറപ്പായും 3 മാസത്തിനുള്ളിൽ തന്നെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അങ്ങനെ ആദർശ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുത്തശ്ശന് വാക്ക് നൽകുന്നുണ്ട്. 90 ദിവസത്തിനുള്ളിൽ ഒരു കുഞ്ഞ് നയനയോ ഒരു കുഞ്ഞ് ആദർശോ ഈ വീട്ടിലേക്ക് എത്തണം. അങ്ങനെ മുത്തശ്ശി പറഞ്ഞത് കേട്ട് നയന ചിരിച്ചുകൊണ്ട് ഓടിപ്പോവാണ്.